CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCN പ്രേക്ഷകർക്കും ഓണാശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയെ വകവെക്കാതെ നൂറുകണക്കിന് വിശ്വാസികളും വിദ്യാർത്ഥികളും നബിദിനാഘോഷത്തിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഉയർത്തിപ്പിടിച്ച് ആലിപ്പറമ്പ് പുരണ്ടമണ്ണ ക്ഷേത്രം. ഓണവും നബിദിനവും ഒരുമിച്ച് ആഘോഷിച്ച് ആലിപ്പറമ്പ് എടത്തറ പൗരാവലി. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്തോർമ്മകളുമായി നാളെ തിരുവോണം. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ. ഓരോ ഉത്രാട നാളുകളിലും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷം. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കിനെതിരായ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും മുൻ MLAക്കുമെതിരെ CPI. ബാങ്കിനെതിരെ നടത്തുന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്തോർമ്മകളുമായി നാളെ തിരുവോണം. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലായിരുന്നു. ഓരോ ഉത്രാട നാളും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷമാണ്. തിരുവോണ ദിവസം തന്നെയാണ് ആഘോഷത്തിന്റെ തിമിർപ്പ് മുഴുവൻ. എങ്കിലും ഉത്രാടത്തിന്റെ, അതായത് ഒന്നാം ഓണത്തിന്റെ ആവേശം ഒന്ന് വേറെ തന്നെയാണ്. ഓണവിഭവങ്ങൾ സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും. ഓണാഘോഷത്തിന്റെ അവസാന ദിവസം ഗംഭീരമായ സദ്യ ഒരുക്കാൻ ആവശ്യമായ പുതിയ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും വാങ്ങുന്നതിനായി ഓണത്തിന്റെ തലേന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നഗരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനെയാണ് ഉത്രാടപ്പാച്ചിലെന്ന് വിളിക്കുന്നതും. പൂവിപണിയും സജീവമായിരുന്നു. പച്ചക്കറിക്കടകൾക്കും തുണിക്കടകൾക്കും മുൻപിലാണ് വലിയ തിരക്കുള്ളത്. വഴിയോര കച്ചവടവും സജീവമായിരുന്നു. ന്യൂസ് ഡെസ്ക് CCN. പാതാക്കര സ്കൂൾ പടി മിസ്ബാഹുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. രാവിലെ മദ്രസാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മഹല്ല് ഖത്തീബ് യഹ്കൂബ് ഫൈസി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലവർ ഷോ, ദഫ്മുട്ട്, സ്കൗട്ട്സ് എന്നിവ ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പുറമെ പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരുന്ന വർണ്ണാഭമായ നബിദിന ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഹംസ അൻവരി, സൈനു ആറങ്കോട്ടിൽ, K മുഹമ്മദ് അലി, അഷ്റഫ് ആറങ്കോട്ടിൽ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഇതിനുശേഷം നടന്ന മൗലീദ് സദസ്സിൽ പ്രദേശവാസികളായ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത്. CCN പെരിന്തൽമണ്ണ. മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഉയർത്തിപ്പിടിച്ച് ആലിപ്പറമ്പ് പുരണ്ടമണ്ണ ക്ഷേത്രം. കാമ്പുറം കൂമ്പമ്പാറ മഹലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നബിദിന റാലിക്ക് ഊഷ്മള സ്വീകരണം നൽകിയാണ് ക്ഷേത്ര കമ്മിറ്റി മാതൃകയായത്. റാലിയിൽ അണിനിരന്ന 100ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കും അനുഗമിച്ചവർക്കും ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. നിങ്ങൾ നൽകിയ ഉഷ്ണമായ സ്വീകരണത്തിന് ഒരായിരം നന്ദി അറിയിക്കുന്നു.
മനുഷ്യനന്മയ്ക്കായി മതസൗഹാർദ്ദം എന്നും നിലനിൽക്കണമെന്ന് സ്വീകരണ ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. സാഹോദര്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള നബിദിന റാലി നബിദിനം എന്ന് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ റാലിക്ക് പുരണ്ടമണ്ണ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വിവിധ മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ്. ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കാണേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. വർത്തമാനകാലത്ത് ഏറെ പ്രശംസനീയമായ ഈ പ്രവർത്തനം പ്രദേശത്തെ സൗഹാർദ്ദാന്തരീക്ഷം കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതായും മഹല്ല് ഭാരവാഹികളും പറഞ്ഞു. ഈ ഘോഷയാത്രയെ ഇവിടെ സ്വീകരിച്ച പ്രത്യേകിച്ച് പുരന്തമണ്ണ അമ്പല ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രവാചക അധ്യാപനം തന്നെ ഏതൊരു മതത്തെയും അതിൻ്റെതായ ബഹുമാനവും ആദരവും കൽപ്പിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അത് എല്ലാ മതങ്ങളും നിശ്ചയങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാ മതങ്ങളും മറ്റൊരു മതത്തെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ പാടില്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഏകോദര സഹോദരങ്ങൾ പോലെ ഒരു ജപമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു സംഹിത നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമുക്ക് നൽകിയ ഈ സ്വീകരണത്തിൽ അതിയായ സന്തോഷവും മാത്രമല്ല വല്ലാത്ത കൃതജ്ഞതയുമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു സ്വീകരണം കിട്ടുക എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. CCN പെരിന്തൽമണ്ണ. മഴയെ വകവെക്കാതെ നൂറുകണക്കിന് വിശ്വാസികളും വിദ്യാർത്ഥികളും അണിനിരന്നതോടെ മാരായമംഗലം കുളപ്പടയിൽ നബിദിനാഘോഷം ആവേശഭരിതമായി. കുളപ്പട മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന റാലി വർണ്ണാഭമായി. മഹല്ലിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ റാലിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. നബിദിന സന്ദേശങ്ങൾ കൈമാറിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു നീങ്ങിയ റാലി പള്ളിക്കുന്നിൽ സമാപിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് മദ്രസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കിനെതിരായ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുൻ MLA PK ശശിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി. കാഞ്ഞിരപ്പുഴയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മണികണ്ഠൻ പൊറ്റശ്ശേരി. സഹകരണ ബാങ്കുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞോ. പക്ഷെ മണ്ണാർക്കാട് ഒരു സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു അരിയൂര്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസുകാരും ചേർന്നാണ് ആ ബാങ്ക് ഭരിച്ചിരുന്നത്. ആ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കിണറ്റ് ചാടി ആത്മഹത്യ ചെയ്തു. മണ്ണാർക്കാട് ബാങ്കിനെതിരെ സമരം ചെയ്യുന്ന യൂത്ത് ലീഗും മൂത്ത ലീഗും കോൺഗ്രസുകാരും മനസ്സിലാക്കിക്കോങ്ങള്. ആ ബാങ്കിന്റെ പ്രസിഡന്റ് ലീഗുകാരായിരുന്ന അബുമാഷ് ആത്മഹത്യ ചെയ്തു. എന്താ ആത്മഹത്യ ചെയ്യാൻ കാരണം? ബാങ്കിന്റെ പണം കൊള്ളയടിച്ച് ലീഗുകാരും കോൺഗ്രസുകാരും. അതിന്റെ ഭാഗമായി നിക്ഷേപകർക്ക് യഥാസമയം പണം കൊടുക്കാൻ കഴിയാതെ വന്നു. നിക്ഷേപകർ അബുമാഷെ തിരഞ്ഞു വീട്ടിലെത്താൻ തുടങ്ങി. മാനസിക നില തകരാറായി, മനോവിഷമം വന്നു. തന്റെ കുടുംബാംഗങ്ങളോട് മുന്നിൽ മാനം കെട്ടു. ഒരു അധ്യാപകനായിരുന്ന അദ്ദേഹം തീരുമാനിച്ചു. അവസാനം സർക്കാർ കിണറ്റിച്ചാടി ആത്മഹത്യ ചെയ്തു. ഇപ്പോഴും ആ ബാങ്ക് പൊളിഞ്ഞല്ലോ. ആ അരിയൂർ ബാങ്ക് പൊളിയരുത്. ആ അരിയൂർ ബാങ്കിൽ കൊള്ളത്തരം നടക്കുമ്പോൾ, കള്ളത്തരം നടക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കരുത്. ഇത് നിങ്ങൾ ആവർത്തിച്ചാൽ ഈ സ്ഥാപനം പൊളിയും. ഒരു സഹകരണ സ്ഥാപനവും തകരരുത്. അത് നാടിന്റെ നന്മയാണ്. അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. നിങ്ങൾ മണ്ണാർക്കാട് ബാങ്കിന് മുമ്പ് സമരം ചെയ്തു. എന്തിനാ ചെയ്ത്? മണ്ണാർക്കാട് ബാങ്ക് എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ ചെറിയ 1-2 വിവരണങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ഗോകുൽദാസ് ഇവിടെ വിശദീകരിച്ചു. 2016 കഴിഞ്ഞ
അതിന്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് ഉൾപ്പെടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. 2016 മെയ് മാസം വരെ ഈ കേരളം ഭരിച്ചിരുന്നു. 2011 മുതൽ 16 വരെ ശ്രീ ഉമ്മൻചാണ്ടി കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രിയായിരുന്നു ഈ കേരളം ഭരിച്ചിരുന്നത്. ക്ഷേമ പെൻഷൻ അന്നത്ര 600 രൂപ. ഉമ്മൻചാണ്ടിക്ക് മുമ്പ് ഭരിച്ച അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത് 500 രൂപ. ഉമ്മൻചാണ്ടി 100 രൂപ കൂട്ടിയിട്ടോ? കണക്കിലാ കൂട്ടിയത്. ഉമ്മൻചാണ്ടി സർക്കാർ കൃത്യമായി കൊടുത്തോ? 18 മാസമായിരുന്നു കുടിശ്ശിക. ആ 18 മാസം കുടിശ്ശിക എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ, ലീഗുകാരും പറയും നിങ്ങൾ കളവ് പറയുകയാണെന്ന്. ആ കളവൊന്നും പറയണ്ട. ഞാൻ ഒരാളുടെ പേര് പറയാം. ഇവിടെ നമ്മുടെ ഇവിടെ ചെട്ടിപ്പള്ളിയിൽ വിശ്വട്ടുണ്ട്. ആ വിശ്വട്ടന്റെ അമ്മയ്ക്ക് ഞാനും അന്നത്തെ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജയപ്രകാശ് നെടുങ്ങാടിയും സെക്രട്ടറി ആയിരുന്ന ജോളി സെബാസ്റ്റ്യൻ കൂടിയാണ് 12,800 രൂപ കൊണ്ട് പെൻഷൻ കൊടുക്കുന്നത് ഓണക്കാലത്ത്. അന്ന് ഞാൻ 3-ാം വാർഡിലെ മെമ്പറാണ്. അവർക്ക് നീച്ച് നടക്കാൻ വയ്യ. അപ്പൊ വീട്ടിൽ കൊണ്ടേ കൊടുത്തതിന്റെ ഉദ്ഘാടനം നടത്തണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അവിടെ പോകുന്നു. എങ്ങനെ 12,800 രൂപ വന്ന്? CCN മണ്ണാർക്കാട്. ഓണവും നബിദിനവും ഒരുമിച്ച് ആഘോഷിച്ച് ആലിപ്പറമ്പ് എടത്തറ പൗരാവലി. ആഘോഷങ്ങളുടെ ഭാഗമായി പൂരാട നാളിൽ വിപുലമായ സമൂഹ ഓണസദ്യ സംഘടിപ്പിച്ചു. നമ്മുടെ മുമ്പിൽ ഈ പൂക്കളെ പോലെ നമ്മുടെ ഹൃദയം ഒന്നായി സ്നേഹത്തോടെയുള്ള ഒരു പൂക്കളമായി, പൂക്കളങ്ങളെ പോലെ പൂക്കളമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായ പൂക്കളമൊരുക്കി നടത്തിയ ചടങ്ങിൽ പ്രദേശവാസികളായ 1500ഓളം ആളുകൾക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി. എടത്തറ സെന്ററിൽ പ്രത്യേകമായി സജ്ജമാക്കിയ പന്തലിലാണ് പരിപാടികൾ നടന്നത്. കാലങ്ങളായി വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ പറമ്പുകളിൽ നിന്നിരുന്ന ഓണാഘോഷം ഇന്ന് അതിന് പറ്റിയൊരു അവസ്ഥയല്ല ഉള്ളത്. അതുകൊണ്ട് പറമ്പുകളെല്ലാം ഇല്ലാതായി, തുറന്ന പ്രദേശങ്ങളില്ലാതായി. അതുകൊണ്ട് കിട്ടുന്ന അവസരം ഉപയോഗിച്ച് നമ്മുടെ പാരമ്പര്യത്തെയും പഴമയെയും തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ഏറെ അഭിമാനത്തോടു കൂടെ പറയട്ടെ, ഒരേ വേദിയിൽ തന്നെ ഓണാഘോഷവും അതിനെ തൊട്ട് നബിദിനാഘോഷവും സംഘടിപ്പിക്കുന്നു, നടപ്പാക്കുന്നു എന്നത് എടത്തറക്കാരുടെ ഒരു അഹങ്കാരമായിട്ട് കൂടെ ഞങ്ങൾ കാണുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ അത്യധ്വാനമുണ്ട്. ഞങ്ങൾ പ്രായമായവർ ഇതിനെ ഒപ്പം നിൽക്കുന്നു, അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു, സഹായിക്കുന്നു എന്നതിലപ്പുറം ചെറുപ്പക്കാരാണ് ഇതിൻ്റെ എല്ലാമായിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി. ഇത് നമ്മുടെ സമൂഹത്തിന് ഒരു പാഠമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഉത്രാട ദിനങ്ങളിൽ ഓണാഘോഷ പരിപാടികളും നബിദിനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും നടക്കും. ഇവിടെ വളരെ ആവേശത്തോടു കൂടി ഓണത്തിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ നബിദിന ഘോഷയാത്രക്കുള്ള സ്വീകരണവും, മറ്റന്നാൾ ഇതേ പന്തലിൽ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ എടത്തറ നജ്മുൽ ഹുദ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ അവരുടെ പരിപാടിയും പാട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദഫുമുട്ടും ഒക്കെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എടത്തറയിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുടെ ആവശ്യമായിരുന്നു ഇത്. അത് വളരെ ഭംഗിയായി ഇന്ന് ഇവിടെ ഓണപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ തന്നെ അതിന്റെ വൃത്തിയായി നടക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എടത്തറ പ്രദേശത്തെ വിവിധ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും യുവജന കൂട്ടായ്മകളും സംയുക്തമായാണ് ഈ സൗഹാർദ്ദ ഓണാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. CCN പെരിന്തൽമണ്ണ. അലനല്ലൂർ മണ്ണാർമല ജംഗ്ഷനിൽ വെള്ളിയാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് മരിച്ചത്. അലനല്ലൂർ പണിക്കവീട്ടിൽ ഹമീദിന്റെയും ഷൈനിയുടെയും മകൻ ആദിലാണ് മരിച്ചത്. വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മണ്ണാർമല ജംഗ്ഷനിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ഫോർച്യൂണർ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ആദിൽ കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതേ അപകടത്തിൽ ആദിലിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മുഹമ്മദ് ഷാമിൽ വെള്ളിയാഴ്ച തന്നെ മരിച്ചിരുന്നു. CCN ചെത്തല്ലൂർ. മണ്ണാർക്കാട് കോങ്ങാട് റോഡിലെ പള്ളിക്കുറുപ്പ് കുന്നങ്കോട് ഭാഗത്ത് പാർസൽ മിനി ലോറി നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം.
റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട മിനി ലോറി സമീപത്തെ 10 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർ പരിക്കുകളൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. CCN കോങ്ങാട്. വെളിനഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഈ വർഷത്തെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. രമാദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ V. പ്രജീഷ് കുമാർ, EK ദീപ, KT ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ MC രുക്മിണി, K. ശ്രീധരൻ, കൃഷി ഓഫീസർ സുനിത, സന്ദീപ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കനത്ത മഴയിൽ വീടിന്റെ ഭിത്തി തകർന്നു വീണു. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന ഭീമനാട് കാട്ടുകുളം അത്താണിപ്പടിയിലെ നാലിനകത്ത് അലിയുടെ വീടിന്റെ തറയോട് ചേർന്നുള്ള ഭിത്തിയാണ് ഇടിഞ്ഞത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി പെയ്ത കനത്ത മഴയിൽ ഈ വീടിന്റെ മറ്റൊരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരുന്നു. ഇതിന്റെ നേരെ എതിർവശത്തുള്ള ഭിത്തിയാണ് ഇപ്പോൾ വീണ്ടും തകർന്നു വീണിരിക്കുന്നത്. CCN ചെത്തല്ലൂർ. കുമരമ്പത്തൂർ പുല്ലറോടുകുന്ന് യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ മുതിർന്ന ആളുകൾക്ക് ഓണപ്പുടവ നൽകി ആദരിച്ചു. മുതിർന്ന അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ അയ്യപ്പച്ചൻ പാറയ്ക്കൽ ആദരിക്കൽ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. മലരുണ്ടോ കണ്ടോ ഇന്നലെ കണ്ടു ഞാനും പൂഞ്ചോലക്കാവ് വെച്ച് പുതുമുണ്ടൻ ചോളിലിട്ട് പട്ടുകൊണ്ടു തലവാളച്ച പൊന്നു കൊണ്ടൊരു കൂടാരോ. അതിലൊരു കാറ് മന്ത്രിക്കാറ് പ്രജയുടെ മേലിടിച്ചയ്യോ. മന്ത്രിയെ പയ്യപ്പോ പയ്യപ്പോ കാറിന് ഗട്ടറുള്ളൊരു റോഡാണേ, റോഡിന് വീതി കുറവാണേ. മിനിമം 60 സ്പീഡിൽ പോയി ഞങ്ങളുടെ ജീവൻ കാത്തിരണേ. ക്ലബ് പ്രസിഡന്റ് രാമചന്ദ്രൻ പുല്ലറോട്ടിൽ, സന്തോഷ് പുല്ലാട്ടുകുഴിയിൽ, ജ്യോതി കൃഷ്ണൻ, സുഹദേവൻ, അജിത്, സ്വാമിനാഥൻ, ശ്രീജിത്ത്, ജയശങ്കർ തുടങ്ങിയവരും മറ്റ് ക്ലബ് അംഗങ്ങളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൂർണ്ണമായ കൂട്ടായ്മയോടെയാണ് പ്രദേശവാസികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. CCN മണ്ണാർക്കാട്. ആലിപ്പറമ്പ് കാളിക്കടവ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനാഘോഷവും വർണ്ണാഭമായ റാലിയും സംഘടിപ്പിച്ചു. മദ്രസ വിദ്യാർത്ഥികൾ അണിനിരുന്ന ദഫ്മുട്ടും ഫ്ലവർ ഷോയും റാലിക്ക് വർണ്ണപ്പൊലിമയേകി. ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ പോരേടാ ജലമെടുക്കുമ്പോഴുണ്ടെങ്കിൽ പോരേടാ. ഇടയുന്ന പടവാടു ഇടിപ്പൊടി പൊരുതി അടർക്കളം അടിപൊടി പരതി അടരടു മസുവതി ഒഴുവെട്ട് കൊടുത്ത്. മഹലിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ റാലിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. നബിദിന സന്ദേശങ്ങൾ കൈമാറിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു നീങ്ങിയ റാലി പള്ളിക്കുന്നിൽ സമാപിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് മദ്രസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. CCN പെരിന്തൽമണ്ണ. ഒടമല പടിഞ്ഞാറൻകുളമ്പ് ഇൽമുൽ ഹുദ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നബിദിന റാലി ലഹരി വിരുദ്ധ പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായ ഐക്യദാർഢ്യമായി മാറി. ലഹരിക്കെതിരെയുള്ള പ്രവാചക സന്ദേശം ഉൾക്കൊണ്ട് നടത്തിയ ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയാണ് റാലി ആരംഭിച്ചത്. മദ്രസ പ്രസിഡന്റ് ആലി കണ്ണാടി പതാക ഉയർത്തി. ഒടമല മകാം സിയാറത്തിന് ശേഷമാണ് ഒടമലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നബിദിന റാലി പര്യടനം നടത്തിയത്. മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു. വൈകിട്ട് മദ്രസാങ്കണത്തിൽ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ദഫ് പ്രദർശനവും ഫ്ലവർ ഷോയും അരങ്ങേറി. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് കളപ്പാട്ടുകുഴി മദ്ഹറുൽ ഇസ്ലാം മദ്രസയിലെയും കോരങ്കോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെയും വിദ്യാർത്ഥികൾ അണിനിരുന്ന നബിദിന റാലിക്ക് വഴിയിലപ്പാറയിൽ സ്വീകരണം നൽകി. വൈവിധ്യമാർന്ന കലാപരിപാടികളും നടന്നു.
റാലിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ നാടിന് മനോഹര കാഴ്ചയായി മാറി. സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനാവലിയാണ് നബിദിന റാലിയിൽ പങ്കെടുക്കാനും ആഘോഷങ്ങൾ കാണാനുമായി തടിച്ചുകൂടിയത്. റാലിയിൽ പങ്കെടുത്തവർക്കും കാണികൾക്കുമായി പടാപ്പുറം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മധുരപലഹാര വിതരണവും നടന്നു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ തേക്കിൻകോട് കൂമ്പൻകല്ല് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ഒരേ മനസ്സും കൂട്ടായ ശ്രമവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച നബിദിന സന്ദേശ വിളംബര റാലി ശ്രദ്ധേയമായി. സൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി നീങ്ങിയ റാലിക്ക് നാട്ടുകാർ മധുരം നൽകി ആവേശോജ്വല സ്വീകരണം ഒരുക്കി. മഹല്ല് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ തങ്ങൾ, ഉപദേശക സമിതി ചെയർമാൻ ഷിഹാബുദ്ദീൻ തങ്ങൾ, ഖത്തീബ് മൊയ്തീൻകുട്ടി ദാരിമി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. മഹല്ല് മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, ഇഷ്കെ റസൂൽ സ്വാഗത സംഘം അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയെ വകവെക്കാതെ നൂറുകണക്കിന് വിശ്വാസികളും വിദ്യാർത്ഥികളും നബിദിനാഘോഷത്തിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഉയർത്തിപ്പിടിച്ച് ആലിപ്പറമ്പ് പുരണ്ടമണ്ണ ക്ഷേത്രം. ഓണവും നബിദിനവും ഒരുമിച്ച് ആഘോഷിച്ച് ആലിപ്പറമ്പ് എടത്തറ പൗരാവലി. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി നാളെ തിരുവോണം. കാണം വിറ്റും ഓണമുണ്ണാൻ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ. ഓരോ ഉത്രാട നാളുകളിലും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷം. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കിനെതിരായ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും മുൻ MLAക്കുമെതിരെ CPI. ബാങ്കിനെതിരെ നടത്തുന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.